കൂടുതൽ യോജിച്ചത് അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൂടുതൽ എനിക്ക് യോജിച്ചത്? കൂടുതലൊന്നുമില്ല കോമ്പിനേഷൻ. മെയിൻ നടൻ ബാലു. ബാലു എൻ്റെ മുറയ്ക്കൊരു ചേട്ടൻ അനിയനായിട്ട് ആ കഥാപാത്രമായിട്ടാണ്. കാരണം പുള്ളി എന്തത് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടടിക്കും. കാരണം പുള്ളി അതിൽ എഴുതി എത്തിക്കൊന്നും കാണൂല, പക്ഷെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും നമ്മൾ. അത് നല്ല രസം. നിങ്ങൾ ഈ പറയും പരസ്പരം പറയുമ്പോൾ സെറ്റുകളിൽ തന്നെ ചിരി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണ്? സെറ്റിൽ തന്നെ ചിരി ഉണ്ടാവും. അത് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതി വെച്ചേക്കണല്ലോ പറയണ്ട. കൈ നിന്ന് അടിച്ചോണ്ടിരിക്കും, അങ്ങ് ചിരിക്കും പഠിച്ചു വരുമ്പോൾ. അങ്ങനെ ഓർമ്മയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടോ? അങ്ങനെ ഓർമ്മയുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് വേറൊരു രസം, എനിക്കിപ്പം ഭയങ്കര മറവിയാണ്. മറവി എന്ന് പറഞ്ഞാൽ പ്രായം ഒത്തിരി ആയില്ലേ, എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് പഠിച്ചിട്ട് കയറുമ്പോൾ ടക്കുന്നൊരു ഒപ്രാളമാണ് ഈ മറന്നു വയ്ക്കുന്നു, പെട്ടെന്ന് പറ അത് തൊടുത്തി തരണം എന്നുള്ള ഒരു ഇത്, ഒരു മറവിയാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ടീവായിട്ട് അവര് അല്ല കൂടെ നിൽക്കുന്ന കഥാപാത്രവും അതിന് സപ്പോർട്ടർ അടിക്കും. അത് പറയാനുള്ള രീതിയിലുള്ള ഡയലോഗ് ഇങ്ങോട്ട് കിട്ടിയിരുന്നു. അപ്പോഴും എനിക്ക് കത്തും, അത് ചങ്ങടി. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സഹകരണമാണ് നമ്മുടെ ഈ അതിനകത്തുള്ള ടീം കംപ്ലീറ്റ്. ഈ സീരിയൽ രംഗത്ത് നിന്ന് സമ്പാദിക്കാൻ വല്ലതും പറ്റിയോ? സമ്പാദിക്കാന്നുള്ളത് ഞാൻ പണ്ട് ഇപ്പോഴേ നാടകങ്ങളിലായിരുന്നല്ലോ, അതിൽ നമുക്ക് എന്ത് കിട്ടാം? ഒന്നും കിട്ടാനില്ല. ചുമ്മാ നമ്മുടെ ശരീരം കളയുക, ഇങ്ങനെ ലാഭിച്ചാൽ നടക്കുക, അത് തന്നെ. അല്ല, ഈ നാടകങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നാടക ജീവിതത്തെ കുറിച്ച് പറഞ്ഞോളൂ. എങ്ങനെയായിരുന്നു നാടകത്തിലേക്ക് വന്നത്? ഏത് സമയത്താണ് അഭിനയിച്ചു തുടങ്ങിയത്? ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂത്ത് ഫെസ്റ്റിവലിൽ ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ ഈ ക്ലബ്ബുകളുണ്ടല്ലോ നമ്മുടെ നാടുകളിൽ, ക്ലബ്ബുകൾ, ആ ക്ലബിന്റെ വാർഷികത്തിലൊക്കെ പോയി അഭിനയിക്കും. അങ്ങനെ അഭിനയിച്ചൊക്കെയാണ് ഈ മാനുഷാദ എന്ന പേര് വരുന്നത്. എങ്ങനെയാണ് അത്? ഈ മാനുഷാദ എന്നൊരു ട്രൂപ്പ് അവിടെ തുടങ്ങി. അതിൽ നമ്മുടെ എൻ്റെ ഭാരവാഹിയാർത്ഥമൊക്കെ എല്ലാം വഹിച്ച് അത് വർഷം തോറും നമ്മളെ ഈ കാർത്തിയിരുന്നാൾ തിയേറ്ററിൽ നാടകം കളിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 5 നാടകം വർഷം തോറും കളിച്ചു പോകുന്നു, വർഷത്തിൽ ഒരു നാടകം. അങ്ങനെ കളിച്ച സമയത്താണ് ഈ മാനുഷാദ എന്നുള്ളൊരു സംഘടന നമ്മൾ ഇട്ടതും എനിക്ക് മാനുഷാദ മുരളി എന്ന് പേര്. മാനുഷാദ മുരളി എന്ന് ഇട്ടതും. അങ്ങനെ അതിൽ കൂടെ പിന്നെ ആ നാടകങ്ങളിൽ കളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ താല്പര്യം ഉണ്ടാവും. നമുക്ക് ഇനിയും അഭിനയിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല വേദികളിലും നാടകങ്ങൾ കളിക്കുക. ഇങ്ങനെ ആദ്യമായി അഭിനയിക്കുന്ന സീരിയൽ ഏതായിരുന്നു? കഥ അറിയാതെ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു.